ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ തിരുപാദപീഠത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ദൈവമക്കൾക്ക് പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കൺമുമ്പിൽ തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്ന ദൈവിക ആലോചനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കർത്താവിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മളെ ശക്തരാക്കി ബലപ്പെടുത്തി നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സ്വർഗീയ നന്മകളിലേക്ക് നമ്മളെ ആനയിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തിനും വചന വ്യാഖ്യാനത്തിനും വചനത്തിൻ്റെ ദൂതിനും കഴിയുമെന്നുള്ള അനുഭവത്തിലൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യോവേൽ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. യോവേൽ പ്രവചനം 3-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്യം തുടരുകയാണ്. ഒന്നോടെ ഞാൻ ആ വാക്കുകൾ പറയാം. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളിലും കാലത്തിലും. സ്ഥിതി മാറ്റാനുള്ള നാളും കാലവും. വേദപുസ്തകത്തിൻ്റെ വിശിഷ്യ പഴയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രമേയമാണ് മനുഷ്യൻ്റെ സ്ഥിതി മാറ്റുന്ന ദൈവം. എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ശഠിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ വേദപുസ്തകത്തിൽ കാണുന്ന മഹാദൈവം. വിവിധ കാരണം കൊണ്ട് സ്ഥിതിഗതികളുടെ താളം തെറ്റാം. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ആ ജനതയുടെ ജീവിത രീതിയും അവരഭിമുഖീകരിച്ച പ്രശ്നങ്ങളും പരിശോധിച്ചാൽ അവരുടെ സ്ഥിതി വഷളായിപ്പോയ, തകർന്നുപോയ കാലഘട്ടമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നിരത്തിയാൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ നിരത്തേണ്ടി വരും. മനുഷ്യനെക്കുറിച്ച് ദൈവമായ കർത്താവ് വിചാരിച്ച, ചിന്തിച്ച, പ്ലാൻ ചെയ്ത, പദ്ധതിയിട്ട വലിയ വലിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കാതിരിപ്പാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ മനുഷ്യനിലൂടെ പൂർത്തീകരിക്കാതിരിപ്പാൻ സാത്താൻ മനുഷ്യനിൽ നിക്ഷിപ്തമാക്കുന്ന പാപപ്രകൃതവും ഇത് രണ്ടും കൂടി ചേർന്ന് മനുഷ്യൻ്റെ സ്ഥിതി, കുടുംബങ്ങളുടെ സ്ഥിതി, ദേശത്തിൻ്റെ സ്ഥിതി, സമൂഹത്തിൻ്റെ സ്ഥിതി വല്ലാതെ വഷളാക്കി കളയാം. ആ സാഹചര്യത്തിൽ സ്ഥിതി മാറ്റാൻ ഒരു ദൈവമുണ്ട്. സ്ഥിതി മാറ്റാനുള്ള വ്യവസ്ഥകളും വഴികളും വേദപുസ്തകം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബൈബിളിൽ പല ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒരു കാര്യം സ്പഷ്ടമാണ്. ഏത് സ്ഥിതിയിലിരിക്കുന്ന ജനമാണെങ്കിലും അവരുടെ മാറ്റപ്പെടേണ്ട സ്ഥിതികളെ മാറ്റാനുള്ള സാധ്യത മനുഷ്യൻ്റെ മുമ്പിൽ ഇന്നുമുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു ഉറപ്പുള്ള ദൂത് പറയാം. എൻ്റെയും നിങ്ങളുടെയും സ്ഥിതി ഇന്നത്തേത് ഭാരമുള്ളതും വഷളായതും പ്രശ്നമുള്ളതുമായിരിക്കാം. പക്ഷെ ആ സ്ഥിതി മാറ്റിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിരുവെടുത്ത് നമ്മോട് പറയുന്ന ആത്മീക രഹസ്യം, ഇപ്പോഴത്തെ സ്ഥിതി മാറും. രോഗമോ കഷ്ടമോ കടഭാരമോ ഞെരുക്കമോ എന്തും നമ്മളെ വല്ലാത്തൊരു സ്ഥിതിയിൽ കൊണ്ടെത്തിച്ചേക്കാം. ചിലപ്പോൾ ആറ്റുനോറ്റ് വളർത്തിയ കുഞ്ഞുങ്ങൾ തെറ്റായ രീതിയിലെടുത്ത തീരുമാനങ്ങളും അവർ നിമിത്തമുണ്ടായ ആഘാതവും നമ്മുടെ സ്ഥിതി വല്ലാതായി കളഞ്ഞേക്കാം. മാതാപിതാക്കളുടെ സ്ഥിതിയെ കൂപ്പുകുത്തിച്ച് കളഞ്ഞ ഒരുപാട് സംഭവങ്ങൾ തലമുറയിലൂടെ ഉണ്ടായേക്കാം. വിവാഹം കഴിച്ചപ്പോഴേക്കും നമ്മുടെ സ്ഥിതി ആകപ്പാടെ താറുമാറായി. മനുഷ്യത്വമേ നഷ്ടപ്പെട്ടു. സ്വപ്നതുല്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കയറിച്ചെന്ന പലരും അവിടെ ചെന്നപ്പോഴറിഞ്ഞത് സ്ഥിതി മോശമാകുകയാണ്. സ്ഥിതി മോശമായി പോയാൽ ആത്മഹത്യയല്ല പരിഹാരം, ഒളിച്ചോട്ടമല്ല പരിഹാരം. മൂകതയോടെ മനുഷ്യത്വം നഷ്ടപ്പെടുത്തി ഒരടച്ചിട്ട മുറിക്കകത്ത് തലകുനിച്ചിരിക്കലല്ല പരിഹാരം. സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട്. ഇന്ന് സർവശക്തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയുന്നു, എത്ര തകർന്ന സ്ഥിതിയെയും മാറ്റാൻ കഴിവുള്ള ദൈവമാണ് സർവശക്തനായ ദൈവം. യഹൂദ രാഷ്ട്രത്തിൻ്റെയും യെരുശലേം പട്ടണത്തിൻ്റെയും യഹൂദന്മാരുടെയും സ്ഥിതിയെക്കുറിച്ച് നന്നായിട്ട് ഗ്രഹിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. വാസ്തവത്തിൽ ദൈവം അവർക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, മൂപ്പന്മാർ, പ്രഭുക്കന്മാർ, ഇങ്ങനെ അവരുടെ കൂട്ടത്തിൽ വ്യത്യസ്തരായിരിക്കുന്ന ഒരുപാട് ആളുകളുടെ കാറ്റഗറി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയും.
ഇവരെയൊക്കെ ദൈവമായ കർത്താവ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജനിപ്പിക്കുകയും സ്വഭാവം കൊണ്ടും അഭിഷേകം കൊണ്ടും അവരെ സ്ഥാനീയമായ നിലവാരത്തിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ജനത്തിൻ്റെ സ്ഥിതി മാറ്റാനാണ്. പക്ഷേ യഹൂദ ജനതയുടെ സ്ഥിതിഗതികളെക്കുറിച്ചും അവർ കടന്നുപോകുന്ന കാലഘട്ടങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയാൽ ദൈവം ചിലരെ വെച്ചവരുടെ സ്ഥിതി മാറ്റിയിട്ടുണ്ട്. ഉദാഹരണം, മിസ്രയീമിൽ അധപ്പതിച്ചൊരു സ്ഥിതിയിൽ അടിമകളായി കിടക്കുമ്പോൾ അവരുടെ ആ സ്ഥിതി മാറ്റാൻ ദൈവം ഉപയോഗിച്ച കക്ഷി മോശയാണ്. മോശ നിമിത്തം അവരുടെ സ്ഥിതി മാറിയില്ലേ? മരുഭൂമിയിലൂടെ നീണ്ടകാലം യാത്ര ചെയ്ത് കനാനിൽ യെരിഹോ തകർത്ത് യോർദാൻ കടന്ന് അക്കരെ ചെന്ന ജനത്തിന് അവകാശ ഭൂമി ജാതീയ ശക്തികൾ കൈവശം വെച്ചിരുന്ന ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാന്റെ മണ്ണ് ഓരോ ഗോത്രങ്ങൾക്കും വേണ്ടി ദൈവമായ കർത്താവ് വീതിച്ചു കൊടുക്കാൻ അധികാരപ്പെടുത്തിയ യോശുവ നിമിത്തം 1 സെന്റ് ഭൂമിയില്ലാതെ 40 ആണ്ടുകൾ മരുഭൂമിയിലൂടെ മേഘക്കീഴിൽ ബാണക്കെട്ടുമായി കൈപിടിച്ച് കുഞ്ഞുങ്ങളുമായി എവിടെ തലയൊളിക്കും, എവിടെ ജീവിക്കുമെന്ന് വിചാരിച്ചവർക്ക് ദൈവമായ കർത്താവ് വസ്തുവകകൾ കൊടുത്ത് സ്ഥിതി മാറ്റിക്കൊടുത്തത് യോശുവ നിമിത്തമല്ലേ? അങ്ങനെ എത്രയോ ആളുകളെ യുദ്ധക്കെടുതികൾ വന്നപ്പോൾ രക്ഷിക്കാനും ശത്രു പാളയമിറങ്ങിയപ്പോൾ അവരോട് പോരാടാനും ഒക്കെ സ്ഥിതി മാറ്റി അവരെ നേരെ നിർത്താൻ ഒത്തിരി പേരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ മാനവന്റെ സ്ഥിതി മാറ്റാൻ വേണ്ടി മണ്ണിൽ വന്ന ഏറ്റവും ശക്തൻ കർത്താവായ യേശുവാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച യേശു. യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോടുകൂടെ ചരിത്രത്തിൽ തന്നെ കർത്താവിൻ്റെ അടുക്കൽ വന്നവരുടെ സ്ഥിതി മാറി. എത്രയോ തെളിവുകൾ. കുരുടന്മാർ തന്നെ എത്ര പേരാ വന്നത്. ഒരിക്കൽ പോലും ഭിക്ഷ യാചിച്ചിരുന്ന ആളുകളുടെ മുമ്പിൽ ശാപവസ്തുവായി കണ്ടിരുന്ന പലരുടെയും സ്ഥിതി മാറ്റിയത് യേശുവല്ലേ? ലാസറിന്റെ വീട്ടിലെ കണ്ണീരും 4 ദിവസത്തെ അതിൽ കൂടുതൽ ദിവസങ്ങളുടെ രോഗാതുരമായിരിക്കുന്ന പശ്ചാത്തലവും അതിനോടനുബന്ധപ്പെട്ട വിലാപവും ഇതെല്ലാം കൊണ്ട് മൂകത തളം കെട്ടിയ വീട്ടിൻ്റെ സ്ഥിതി മാറ്റി അവരെ വിരുന്നൊരുക്കി പന്തിയിലിരുത്തിയത് ദൈവമായ കർത്താവല്ലേ? അങ്ങനെ എത്രയോ പേരുടെ. പത്മോസിൽ ചെന്നുപെട്ട യോഹന്നാന്റെ സ്ഥിതിക്കിനി ഭേദം വരുത്തത്തില്ല എന്ന് റോമൻ സർക്കാരിൻ്റെ മുൻകാല അനുഭവങ്ങൾ. ഒരിക്കൽ പോലും പത്മോസിൽ ചെന്നവൻ്റെ സ്ഥിതി പിന്നെ മാറിയിട്ടില്ല. ആ സ്ഥിതിയിൽ അവൻ തീർന്നിട്ടേ ഉള്ളൂ. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്ത യോഹന്നാന്റെ സ്ഥിതി സ്വർഗത്തിലെ ദൈവം മാറ്റിക്കൊടുത്തില്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെട്ടത്തിലും വെളിച്ചത്തിലും നിന്ന് പറയുന്നു, ദൈവം നോക്കിയാൽ സ്ഥിതി മാറാത്ത ആരുണ്ട്? നിങ്ങളുടെ വിവാഹ ജീവിതം തകർന്നുപോയി, നിങ്ങളുടെ വിദ്യാഭ്യാസം തകർന്നുപോയി, നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ ആരോ പറ്റിച്ചെടുത്തു, ചതിക്കപ്പെട്ടു, തരാമെന്ന് പറഞ്ഞ് സ്നേഹം നടിച്ച് വാങ്ങിച്ച പലതും തിരിച്ചു തരാതെ കോപിച്ച് നിങ്ങളെ തള്ളിക്കളയുമ്പോൾ, ഈ സ്ഥിതി മാറ്റിത്തരാൻ ഉലകത്തിൽ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, ഞാനിന്ന് തിരുവെഴുത്തിലൂടെ സർവേശ്വരനായ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ മനുഷ്യർക്ക് കഴിയില്ലായിരിക്കും, വൈദ്യർക്ക് കഴിയില്ലായിരിക്കും, വക്കീലിന് കഴിയില്ലായിരിക്കും, പക്ഷെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് യോവേൽ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമോ? വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും ഇറങ്ങി യുദ്ധമുഖത്തെ പട്ടാളമിറങ്ങിയതുപോലെ നിരപ്പാക്കി അവരുടെ നാളുകളിലേക്കുള്ള സമ്പാദ്യവും കഴിക്കാനുള്ള ആഹാരവും നാളത്തെ വിത്തും പോലും വെട്ടി നശിപ്പിച്ച് നിരത്തി കടന്നുപോയ പച്ചപ്പുഴു സൈന്യത്തിൻ്റെയും വെട്ടുക്കിളി പട്ടാളത്തിൻ്റെയും മുമ്പിൽ സർവശക്തനായ ദൈവം കൈമലർത്തി നിൽക്കുന്ന, വീഞ്ഞു വറ്റി ധാന്യം തീർന്ന് എണ്ണ വറ്റി നിൽക്കുന്ന ആ ജനതയുടെ സ്ഥിതി മാറ്റാൻ സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചു. കാലാവസ്ഥ മാറ്റി, എതിരെ കയറി വന്ന ക്ഷുദ്രജീവികളെ മാറ്റി, വിതച്ചത് മുളച്ചും മുളച്ചത് കൊയ്തും അവരുടെ കളപ്പുര നിറച്ച് ജീവിതങ്ങളുടെ സ്ഥിതി മാറ്റി ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിപ്പിച്ച് നല്ല കാലം വരുത്തിക്കൊടുത്ത് സ്ഥിതി മാറ്റിയ ദൈവത്തിൻ്റെ ചരിത്രമാണ് യോവേൽ പ്രവചനത്തിൽ കിടക്കുന്നത്. എൻ്റെ പ്രിയ സഹചരേ, ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറത്തില്ല എന്ന് പറയാൻ വരട്ടെ, നിങ്ങൾ സത്യദൈവത്തിലൊന്ന് ആശ്രയിക്ക്, കർത്താവിങ്കിലേക്ക് വാ, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ തീരുമാനിക്ക്, ദൈവത്തെ അനുസരിക്ക്, ദൈവത്തിൻ്റെ വചനം വായിക്ക്, അതിൽ കണ്ടെത്തുന്ന സത്യത്തിന് തക്കവണ്ണം നിങ്ങളെ ഒരുക്ക്, നിങ്ങളുടെ കുടുംബത്തെ ഒരുക്ക്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് മനുഷ്യനും ഏത് കുടുംബത്തിനും സ്ഥിതി മാറാൻ ദൈവം ഒരു നാളും കാലവും വെച്ചിട്ടുണ്ട്. ഞാൻ ആശിച്ചു പോകുന്നു, നിങ്ങളെ ഓർത്ത് ആഗ്രഹിച്ചു പോകുന്നു. എൻ്റെ ദൈവമേ, ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ ആണ്ടിലെ ആദ്യത്തെ 2-3 മാസങ്ങൾ എൻ്റെ കർത്താവേ, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പലരെയും സ്ഥിതി മാറ്റാൻ മാർച്ച് മാസം 31-ാം തീയതിക്കുള്ളിൽ
ഒരു ദിവസം, ഒരു നാള്, ഒറ്റ വിഷയം കൊണ്ട്, ഒറ്റ മറുപടി കൊണ്ട് ദൈവം സ്ഥിതി മാറ്റട്ടെ. പലവട്ടം പരീക്ഷകൾക്ക് വിധേയപ്പെട്ടിട്ടും, പലവട്ടം പല കടമ്പകൾ ചാടിക്കടക്കാൻ നോക്കിയിട്ടും പകച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു, സ്ഥിതി മാറ്റുന്ന ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നേറ്. ദാവീദിൻ്റെ സ്ഥിതി മാറ്റിയ, ദാനിയേലിൻ്റെ സ്ഥിതി മാറ്റിയ, എബ്രായ ബാലന്മാരുടെ സ്ഥിതി മാറ്റിയ, വേദപുസ്തക ചരിത്രത്തിൽ മീൻ പിടിച്ചും മീനുളുമ്പുനാറിയും മുക്കുവ കുടിലുകളിൽ ജനിച്ച് മുക്കുവ തൊഴിലുകൾ ചെയ്ത് ജീവിച്ചവരുടെ സ്ഥിതി മാറ്റി, യഹൂദന്മാരുടെ പാളയത്തിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചും കാലമുള്ള കാലത്തോളം അവിസ്മരണീയ കഥാപാത്രങ്ങളാക്കി മാറ്റിയും കർത്താവിൻ്റെ കൂടെ നടന്നവരുടെ സ്ഥിതി മാറ്റിയ മഹാദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറ്റാൻ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ സ്ഥിതി മാറ്റാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി മാറ്റാൻ ഈ ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആർക്കൊക്കെയോ വേണ്ടി നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ സ്ഥിതി മാറ്റാൻ ദൈവം ഒരു നാളും കാലവും കരുതിയിട്ടുണ്ട്. താമസിക്കാതിരിക്കട്ടെ. ദൈവത്തോട് കുറേം കൂടി അടുക്ക്, കുറച്ചുകൂടെ പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുള്ള ഏതെങ്കിലും ആത്മീക കൂട്ടായ്മയുടെ ഭാഗമാകുക. നിങ്ങൾ ആത്മാവിൽ ആരാധിക്ക്, നിങ്ങൾ കർത്താവിൻ്റെ കാര്യം അന്വേഷിക്ക്, നിങ്ങൾ വചനത്തിലേക്ക് മടങ്ങിവ. സ്വർഗം പറയുന്നു, നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ഒരു ദിവസം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ നാളുകളിലൊന്നിൽ, ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയെക്കൊണ്ട് മാത്രമേ മനുഷ്യൻ്റെ സ്ഥിതി മാറ്റാൻ കഴിയത്തുള്ളൂ. കാരണം മനുഷ്യൻ്റെ പ്രശ്നം പാപമാണ്. പാപഭംഗിലമായ ലോകത്തിൽ പാപമായി ജീവിക്കുമ്പോൾ കർത്താവിനല്ലാതെ, അങ്ങയുടെ ചങ്കിലെ ചോരയ്ക്കല്ലാതെ, അങ്ങയുടെ ശക്തിയുള്ള വചനത്തിനല്ലാതെ മനുഷ്യൻ്റെ സ്ഥിതി പരിപൂർണമായി മാറ്റാൻ കഴിയില്ല. അപ്പാ, ഈ വചനം കേൾക്കുന്നവരുടെ ആരുടെയെങ്കിലുമൊക്കെ സ്ഥിതി തീരെ വഷളായിരിക്കുന്നെങ്കിൽ, ബുദ്ധിമുട്ടിയിരിക്കുന്നെങ്കിൽ അവർ ദൈവത്തോട് കർത്താവേ അപ്പാന്ന് വിളിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവരുടെ സ്ഥിതി മാറ്റാൻ അങ്ങയുടെ കലണ്ടറിൽ ഒരു നാൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. അന്ന് അവരുടെ സ്ഥിതി മാറണം. അപ്പച്ചനോട് ഞാൻ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുക, സർവശക്തിയുള്ള ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ സ്ഥിതി മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ.